എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വയോധികയുടെ 3 പവന്റെ സ്വർണമാല പൊട്ടിച്ചോടിയ പ്രതിയെ സാഹസികമായി പിടികൂടി റെയിൽവേ പോലീസ്. 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പ്രതിയായ പിറവം സ്വദേശി അഖിൽ അഗസ്റ്റിനെ പിടികൂടിയത്. ബാഗ് പിടിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ യുവാവ് ട്രെയിൻ വന്നപ്പോൾ മാല പൊട്ടിച്ചോടിയെന്ന് പരാതിക്കാരിയായ സൂസമ്മ പറഞ്ഞു. ഈ പ്രതി മാല പൊട്ടിച്ചോടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ചെന്നിത്തലയ്ക്ക് പോകാൻ വേണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സൂസൻ എന്ന സ്ത്രീയുടെ 3 പവന്റെ മാല, 2 മാലകളാണ്. ആ മാല പറിച്ചോടിയ ഒരു പ്രതിയെ അതിസാഹസികമായി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പരാതിക്കാരിയായ ചേച്ചി തന്നെ പറയും. അതായത് ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അതെടുത്ത് കൊണ്ടുവന്ന് പോകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് ഈ പ്രതി കൂടെ കൂടുന്നത്. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. ലാസ്റ്റിൽ വണ്ടി കയറാൻ സമയത്ത് അവൻ ബാഗ് എൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഇട്ടു. അപ്പം ഞാൻ ബാഗ് എടുക്കാൻ കുഞ്ഞപ്പോഴത്തേന് ഇവൻ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിക്കണം. ഞാൻ പേടിച്ചു പോയി. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റും സ്റ്റേജ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ലെന്നുള്ളതാണ്. പോലീസിനെ വിളിച്ച് അറിയിച്ചിരുന്നു. അല്ല, അത് കുറേ ടൈം കഴിഞ്ഞിട്ട് അതാ ഞാൻ ഇവരെ മാനിക്കുന്നത് കേട്ടോ. ഇവരുടെ സ്നേഹവും സഹകരണവും ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം ഇവരുടെ മിടുക്കാണ് എനിക്കിത് കിട്ടാൻ കാരണം. പിന്തുടർന്ന് പോലീസ് തന്നെ മാല കണ്ടത്. അവർ തന്നെത്താൻ എല്ലാ കാര്യം അത് തന്നെ. അതിനേക്കാൾ ഉപരി ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ. ചേച്ചി വിഷമിക്കട്ടെ, ചേച്ചി സത്യം ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ. പ്രതിയെ പിന്നെ കണ്ടോ? ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്താ? കണ്ടപ്പം എന്നോട് ചിരിച്ചു. അപ്പം ചിരിച്ചു കണ്ടപ്പോൾ അയ്യോ, എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞ് 32-33 വയസ്സുള്ള അഖിൽ അഗസ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ നോക്കാൻ പോയില്ല അവനെ. എനിക്കൊരു മനസ്സിനൊരു ഇതുണ്ടായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന എനിക്ക് സാധനം സഡൻ കിട്ടണോ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എൻ്റെ ദൈവമേ അവനധികം ഉപദ്രവം ഏൽക്കാതെ ഇതങ്ങ് ഏക്കണേ സംഭവം. കാരണം അവരുടെ സർവ്വ തെളിവും കൂടിയാണ് പോലീസ് അവൻ്റെ പുറകെ നടക്കുക. അതുകൊണ്ട് അവന് അധികം ഉപദ്രവം ഏൽക്കരുത്. രണ്ടാമത് ഇതുങ്ങളെ ഈ പോലീസന്മാരെ അധികം കഷ്ടപ്പെടുത്തരുത്. ഇത് രണ്ടുമായിരുന്നു എൻ്റെ പ്രാർത്ഥന. എനിക്ക് ഇച്ചിരി താമസിച്ച് കിട്ടിയാലും വേണ്ടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മാല വേഗം തന്നെ കയ്യിൽ. ശരി. അതിസാഹസികമായി തന്നെയാണ് റെയിൽവേ പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. അഖിൽ എന്നൊരു ചെറുപ്പക്കാരൻ 32 വയസ്സുള്ളതാണ്. അദ്ദേഹം പ്രതിയായ സ്ത്രീയെ സഹായിക്കാനുള്ള കണ്ടീഷനിലെത്തി അവരോട് പരിചയഭാവം നടിച്ച് 1 മണിക്കൂറോളം അവരോട് സംസാരിച്ചിരുന്ന് അവരുടെ സഹായിക്കുന്ന രീതിയിൽ കാണിച്ച് 3 പവൻ വരുന്ന 2 സ്വർണ്ണമാലകൾ പൊട്ടിച്ചോടുകയുണ്ടായി. ഇയാളിൽ നിന്ന് ആ 2 സ്വർണ്ണമാലകൾ ഇന്ന് ഇവിടെ റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. അത് CCTV ഫുട്ടേജുകൾ പരിശോധിച്ച് വിശകലനം ചെയ്തിട്ടുമാണ് ഇയാളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ ഒളിച്ച് താമസിക്കുകയായിരുന്നു. ബാംഗ്ലൂർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴി വയറ്റിൽ വെച്ചാണ് ഇയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പിടിക്കാൻ നേരത്തെ 2 മാലയും വിറ്റ് അതിൻ്റെ പണം എല്ലാം തീർത്ത് ഇരിക്കുകയായിരുന്നു. റെയിൽവേ പോലീസ് വിടാതെ പിന്നാലെ കൂടിയത് കൊണ്ട് മാത്രമാണ് പ്രതിയെയും ചേച്ചിക്ക് നഷ്ടമായ 3 പവന്റെ മാലയും തിരികെ കിട്ടാനായത്. എന്തായാലും അതിൽ റെയിൽവേ പോലീസിനെ അഭിനന്ദിക്കുകയാണ് ഈ പരാതിക്കാരിയായ ചെന്നിത്തല സ്വദേശിയായ സൂസൻ ചേച്ചി.